കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നൽകിയ 4 അംഗങ്ങളുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ ഉത്തരവ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള സർവകലാശാലയിൽ ഗവർണർ 4 പേരെയാണ് നാമനിർദ്ദേശം ചെയ്തത്. ഈ 4 പേരും ABVP പ്രവർത്തകരാണ്. വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന നിലയിലാണ് ഇവരെ സെനറ്റിലേക്ക് നേരത്തെ നാമനിർദ്ദേശം നൽകിയിരുന്നത്. ഈ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് 2 ഹർജികളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അരുണിമ അശോക്, നന്ദകിഷോർ എന്നിവർ നൽകിയ ഇവർ രണ്ടുപേരും SFI നേതാക്കളാണ്. SFIക്കാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ ഉത്തരവനുസരിച്ച് ഗവർണറുടെ നടപടി, അതായത് ഈ നാമനിർദ്ദേശം 4 ABVP പ്രവർത്തകരെ നിയമിച്ച ആ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഈ നടപടി നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഗവർണറോട് പുതിയ നാമനിർദ്ദേശം നൽകാനും പുതിയ 4 പേരെ ഈ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. 6 ആഴ്ചയ്ക്കകം ഈ നാമനിർദ്ദേശം പൂർത്തിയാക്കണം എന്നാണ് ഗവർണർക്ക് നൽകിയിരിക്കുന്ന, ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയിരിക്കുന്ന കാലാവധി. ഇതിൽ നേരത്തെ വലിയ വിവാദമായതാണ്. കേരള സർവകലാശാലയിലേക്ക് മാനദണ്ഡങ്ങൾ മറികടന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ 4 പേരെ നിയമിച്ചത്. അത് ഗവർണറുടെ ഇഷ്ടം, താല്പര്യം അനുസരിച്ചാണ് ഈ നിയമനം എന്നതായിരുന്നു ഈ ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപവും. ആ ആക്ഷേപം ശരിവെച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഇതിൽ ഗവർണറുടെ ഭാഗമായി ചാൻസലറുടെ അഭിഭാഷകൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ പറഞ്ഞത് ഈ നാമനിർദ്ദേശത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു മാനദണ്ഡമില്ല. അതുകൊണ്ട് തന്നെ ഈ ആരെ നിയമിക്കണമെന്നത് ചാൻസലറുടെ വിവേചനാധികാരമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമനം ശരിയാണ് എന്നതായിരുന്നു ചാൻസലറുടെ വാദം. പക്ഷേ ഈ വാദം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നു. ഈ വാദം തള്ളിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവും. അതായത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 4 ABVP പ്രവർത്തകരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ആ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഹൈക്കോടതി ഇന്നത്തെ ഉത്തരവിന്റെ അന്തസത്ത. അതിൽ സെനറ്റ് നാമനിർദ്ദേശത്തിന് വിവേചനാധികാരമുണ്ട് എന്ന ചാൻസലറുടെ വാദം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഏത് സാഹചര്യത്തിലാണ് വിവേചനാധികാരം ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് നേരത്തെ ഗവർണറോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അക്കാര്യത്തിലൊരു കൃത്യമായ വിശദീകരണം നൽകാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല, ചാൻസലർ കൂടിയായ ഗവർണർക്ക് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 ABVP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയത്. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. 2 SFI പ്രവർത്തകർ, അതായത് അരുണിമ അശോകും ഒപ്പം നന്ദകിഷോറും നൽകിയ ഹർജി പരിഗണിച്ചാണ്. കാരണം വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന് മെരിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരുന്നു ഇവരെ നാമനിർദ്ദേശം നൽകേണ്ടത്. എന്നാൽ മതിയായ യോഗ്യതയുള്ളവരെ മറികടന്ന് യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ യോഗ്യതയിൽ താഴെ നിൽക്കുന്ന ആളുകളെ ഗവർണർ നാമനിർദ്ദേശം നൽകി എന്നതായിരുന്നു ഇവർ ഹർജിക്കാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയവും. കാരണം സർവകലാശാല നൽകിയ പട്ടിക മറികടന്നായിരുന്നു ഈ നാമനിർദ്ദേശം എന്നതും ശ്രദ്ധേയമാണ്. അക്കാര്യമാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തത്. അതനുസരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഗവർണറുടെ 2 നാമനിർദ്ദേശങ്ങൾ, അതായത് ഈ 4 പേരെ നോമിനേറ്റ് ചെയ്തത് വേണ്ടിയാണ് സർവകലാശാല നൽകിയിട്ടുള്ള പട്ടിക അല്ലെങ്കിൽ നിർദ്ദേശം മാറ്റിമറിച്ചുകൊണ്ടാണ് ഗവർണർ സ്വന്തം നിലയിൽ സെനറ്റിലേക്ക് നാമനിർദ്ദേശം നടത്തിയിട്ടുള്ളത്. അതുൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഗവർണറുടെ ഈ തീരുമാനം റദ്ദാക്കുന്നതിലേക്ക് ഹൈക്കോടതി എത്തിച്ചത്? ആ വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇത് വാക്കാലുള്ള ഒരു ഉത്തരവ്, അതായത് വിധിന്യായത്തിന്റെ അവസാന ഭാഗം മാത്രമാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അല്പസമയം മുമ്പ് പ്രസ്താവിച്ചത്. ആ ഉത്തരവനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ വിധി പ്രസ്താവം അനുസരിച്ചാണ് ഗവർണറുടെ 2 ഉത്തരവുകൾ, അതായത് 2 ാണ് അങ്ങനെ ആകെ 4 പേരെയാണ് 2 വ്യത്യസ്ത ഉത്തരവുകളിലായി സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തത്. ആ 2 ഉത്തരവുകൾ റദ്ദാക്കുന്നുവെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിൽ ഗവർണർ ഉന്നയിച്ച വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടിയും. ഒപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 ആഴ്ചയ്ക്കകം ഗവർണർ പുതിയ തീരുമാനം എടുക്കണം എന്ന കാര്യവും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഗവർണറെ സംബന്ധിച്ച്, ചാൻസലർ കൂടിയായ ഗവർണറെ സംബന്ധിച്ച് ഏറ്റവും തിരിച്ചടിയാകുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും അല്പസമയം മുമ്പ് പുറത്തുവരികയും ചെയ്തത്. കാരണം ഏറെ
വിവാദമായതാണ് കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളുടെ നിയമനം ഈ രാഷ്ട്രീയ പരിഗണനകൾ അനുസരിച്ചാണ് സെനറ്റ് അംഗങ്ങളെ നിയമിച്ചതെന്നായിരുന്നു ഈ ഹർജിക്കാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപവും. കാരണം ഗവർണറുടെ ഓഫീസിന്റെ ഇഷ്ടത്തിന് വഴങ്ങി അവർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിച്ചു എന്ന ആക്ഷേപമാണ് ഹർജിക്കാർ ഉയർത്തിയത്. ആ ആക്ഷേപം ശരിവെച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗവർണറുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തത്. ആ രണ്ട് ഉത്തരവുകൾ നിലനിൽക്കുന്നതല്ല എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് സെനറ്റിലേക്ക് പുതിയ നാമനിർദ്ദേശം നൽകണം. ഈ പുതിയ നാമനിർദ്ദേശം നൽകാൻ ഗവർണർക്ക് ചാൻസലർക്ക് 6 ആഴ്ചയാണ് സമയം. 6 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ തീരുമാനമെടുത്ത് സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥി പ്രതിനിധികളെ നിയമിക്കണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശ്യാം, വളരെ പ്രധാനപ്പെട്ടത് ചാൻസലർ എന്ന വിധത്തിലുള്ള ഒരു തിരിച്ചടി, അതിനൊപ്പം തന്നെ രാഷ്ട്രീയമായ വലിയൊരു തിരിച്ചടി കൂടിയാണ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടം കൂടിയാവുകയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം. സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം ബിനിൽ, കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ വ്യത്യസ്തമായ സർവകലാശാലകളിൽ വിവിധങ്ങളായ വിഷയങ്ങളാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ളത്. അത് സർവകലാശാലകളിലെ വിഷയങ്ങൾക്കപ്പുറം ഗവർണറുടെ അധികാരങ്ങൾ, അതായത് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും എക്സ് ഒഫീഷ്യോ ചാൻസലറാണ് ഗവർണർ. ആ തസ്തികയിൽ നിന്നും അല്ലെങ്കിൽ ആ പദവിയിൽ നിന്നും ഗവർണറെ നീക്കാനുള്ള തീരുമാനം സർക്കാർ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ നിയമസഭയിൽ ഒരു ബില്ലടക്കം അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗവർണർ ഈ ബില്ലിൽ തീരുമാനമെടുത്തില്ല. മാത്രമല്ല, ഏറെ നാൾ തടഞ്ഞു വെച്ചതിന് ശേഷമാണ് അത് പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തത്. പ്രസിഡന്റ് ഇതിന്മേൽ തീരുമാനമെടുത്തില്ല. അങ്ങനെ ഗവർണറെ ചാൻസലറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരുമായി ഗവർണർ കടുത്ത അഭിപ്രായ ഭിന്നതയുണ്ട്. അത് ഈ ഹർജിയുടെ കാലഘട്ടത്തിൽ അങ്ങേയറ്റം രൂക്ഷമായ അവസ്ഥയിലുമായിരുന്നു ആ തർക്കം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി മാത്രമാണ് അതൊരു ശീതസമരമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത്തരമൊരു തർക്കം പ്രത്യക്ഷത്തിലേക്ക് വരാതിരിക്കുന്നത്. എന്നാൽ സർക്കാരും ഗവർണറും തമ്മിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും നിലവിലുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഗവർണർക്ക് തിരിച്ചടിയാകുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു നടപടി കൂടിയാണ്. പക്ഷേ ഇതിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ റോളില്ല എന്നതാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് സംസ്ഥാനത്തെ സർവകലാശാലകൾ എങ്കിലും ഈ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും പങ്കില്ല. പക്ഷേ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അടക്കം ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ളൊരു നിയന്ത്രണത്തിലുള്ള സിൻഡിക്കേറ്റാണ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ്. ആ സിൻഡിക്കേറ്റിന്റെ അല്ലെങ്കിൽ കേരള സർവകലാശാല തീരുമാനമെടുത്ത് ഗവർണർക്ക് ഒരു പട്ടിക നൽകുന്നു. ആ പട്ടിക മറികടന്നാണ് ഗവർണറുടെ ഓഫീസിന്റെ താല്പര്യമനുസരിച്ച് ഒരു നിയമനം നടത്തുന്നത്. അതായത് 4 ABVP അംഗങ്ങൾക്ക് നിയമനം നൽകുന്നത്. ആ നിയമനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. ഗവർണറെ സംബന്ധിച്ച്, ചാൻസലറെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന ഒരു ഉത്തരവാണിത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശത്തിൽ ഗവർണർക്ക് തിരിച്ചടി. ഗവർണർ നിർദ്ദേശിച്ച 4 അംഗങ്ങളുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇതോടെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള 4 ABVP-കാരായിട്ടുള്ള അംഗങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.